ഗൾഫിലെ ഒരു പ്രധാന നഗരത്തിൽ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി കൈകാര്യം ചെയ്യുന്ന 45 വയസ്സുള്ള ഹാരിസ് എന്ന പ്രവാസി എഞ്ചിനീയർ എന്നോട് പങ്കുവെച്ച ഒരു അനുഭവമുണ്ട്. ഹാരിസ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരല്ല കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഒരു 11 വർഷം മുമ്പ് സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ആ ജോലിയിൽ തുടക്കക്കാരനായിരുന്നു. ഒരു ചെറിയ പിഴവ് അല്ലെങ്കിൽ അശ്രദ്ധ മതി ജീവനുകൾ തന്നെ ഇല്ലാതാവാൻ. അത്രയും റിസ്ക് ഉള്ള ജോലിയാണ് ഹാരിസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൽ വളരെ കൃത്യമായ സേഫ്റ്റി റൂളുകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. മെയിൻ്റനൻസ് വർക്ക് നടക്കുമ്പോൾ പവർ പൂർണ്ണമായും ഓഫായിരിക്കണം. ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ എല്ലാവരും പണി പൂർത്തിയാക്കി പുറത്തു വന്ന് എല്ലാം സേഫാണ് എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ മെയിൻ പവർ തിരിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് ആ സൈറ്റിൽ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകളാണ്, കൂടെയുള്ള സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ. ആ കറണ്ട് ഓഫ് ചെയ്ത ഡേഞ്ചർ സോണിൽ നിന്ന് ജോലി ചെയ്യണവർ. പക്ഷേ അന്ന് ഹാരിസ് എന്തൊക്കെയോ വലിയ അസ്വസ്ഥതകളിലായിരുന്നു. കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയോ തരം നിസ്സഹായാവസ്ഥയുടെ സങ്കടങ്ങൾ. പ്രവാസിയാണല്ലോ, ശ്രദ്ധ മുഴുവനായി ജോലിയിൽ കൊടുക്കാൻ കഴിയാത്ത ഒരു തരം ഭാരം ചുമന്നുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്നത്. പെട്ടെന്ന് സൂപ്പർവൈസർ വന്ന് വർക്ക് കഴിഞ്ഞോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തോ ഒരു ആബ്സെന്റ് മൈൻഡിൽ അദ്ദേഹം കഴിഞ്ഞു, വർക്കൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. പറയുക മാത്രമല്ല, എല്ലാം സേഫ് ആണെന്ന് ആ പേപ്പറിൽ ഒപ്പിട്ട് നൽകുകയും ചെയ്തു. പേപ്പർ വാങ്ങി സൂപ്പർവൈസർ തിരിച്ച് പവർ ഓൺ ചെയ്യാൻ വേണ്ടി കൺട്രോൾ പാനലിൻ്റെ അടുത്തേക്ക് നടന്നു. സൂപ്പർവൈസർ നടന്നു നീങ്ങിയ ആ നിമിഷത്തിൽ തന്നെ എൻ്റെ ആളുകൾ ഇപ്പോഴും ഉള്ളിൽ ജോലി ചെയ്യുകയാണല്ലോ എന്ന യാഥാർത്ഥ്യം ഹാരിസിന്റെ മനസ്സിലേക്ക് ഒരു ഇടിത്തി പോലെ തറച്ചു കയറി. ഒരു വല്ലാത്ത നിമിഷം. ജീവിതത്തിൽ അന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ഒരുതരം ഭയം, ശരീരം തളർന്നു പോകുന്ന അവസ്ഥ, കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയതുപോലെ. എങ്ങനെയെങ്കിലും ആ കൺട്രോൾ പാനലിനടുത്തെത്തി സൂപ്പർവൈസറെ തടയണം എന്നൊരൊറ്റ ചിന്തയെ അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം സർവ്വശക്തിയും എടുത്ത് കൺട്രോൾ പാനലിലേക്ക് ഓടി. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. സൂപ്പർവൈസർ കൺട്രോൾ പാനലിൽ എത്തിക്കഴിഞ്ഞു. പവർ ഓണായി. അൽഹംദുലില്ലാ, 1000 കോടി സ്തുതികൾ. പവർ തിരിച്ചു വന്ന ആ നിമിഷം അള്ളാഹുവിന്റെ ആ വലിയ കരുണ കൊണ്ട് ഉള്ളിലുണ്ടായിരുന്ന ആളുകൾ ആ ഹൈ വോൾട്ടേജ് വയറുകളിൽ നിന്ന് കൈയെടുത്തിരുന്നു. അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു അവരെല്ലാം. പക്ഷേ അവരതിൽ തൊട്ടിരുന്നില്ല. ഒരു വലിയ ദുരന്തം, അതിന്റെ ഭീകരത, മനസ്സും ശരീരവും ഒക്കെ ഒന്നിച്ചറിഞ്ഞ ആ നിമിഷങ്ങൾ. എത്ര വലിയ ദുരന്തത്തിൽ നിന്നാണ് അവർ തലനാരിഴ കൊണ്ട് രക്ഷപ്പെട്ടത്. സ്വന്തം ജീവന്റെ റിസ്ക് അല്ല അദ്ദേഹത്തെ പിടിച്ചുലച്ചത്, മറിച്ച് തന്റെ ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ ജീവിതകാലം മുഴുവൻ തന്നെ വേട്ടയാടാമായിരുന്ന ഒരു ദുരന്തമായി മാറിയേനെ എന്ന തിരിച്ചറിവാണ്. വല്ലാത്തൊരു ഞെട്ടലാണത്. അതുപോലെ തീർച്ചയായും ഇത് ഹാരിസിന്റെ മാത്രം കഥയല്ല. നൂറുകണക്കിന്, ആയിരക്കണക്കിന് പ്രവാസികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ ദിവസവും ഓരോ ഷിഫ്റ്റിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കയ്യിലൊതുങ്ങാത്ത സാമ്പത്തിക ഞെരുക്കങ്ങൾ, പ്രിയപ്പെട്ടവരുടെ സങ്കടങ്ങൾ, ജീവിതത്തിന്റെ താങ്ങാനാവാത്ത ഭാരങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം മനസ്സിൽ ചുമന്നതുകൊണ്ട് തന്നെയാണ് ജീവന്റെ അപകട മുനമ്പിൽ നിന്ന് അവർ ഓരോ ദിവസവും ഡ്യൂട്ടി ചെയ്യുന്നതെന്നറിയാമോ? ആരും കാണാത്ത, ഒരു ക്യാമറയും റെക്കോർഡ് ചെയ്യാത്ത എത്രയെത്ര പരീക്ഷണ മുനമ്പുകളിലൂടെയാണ് ഓരോ പ്രവാസിയും ഈ വർഷങ്ങളൊക്കെ താണ്ടുന്നതെന്ന് എത്ര പേർക്കറിയാം? അങ്ങ് ദൂരെ ഒരു ഉമ്മ ഒറ്റയ്ക്കൊരു ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുകയാണ്. മകനെ സങ്കടപ്പെടുത്താതിരിക്കാൻ എല്ലാം സുഖമാണ് മോനെ എന്നാണ് ആ ഉമ്മ പറയുക. പക്ഷേ ആ ശബ്ദത്തിൽ ഒരു മകനു മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നേരിയ വിറയലുണ്ടാവും. മറ്റാരെയും തന്റെ സങ്കടം കാണിക്കാതിരിക്കാൻ മുറിക്കു പുറത്ത് ഒറ്റയ്ക്ക് പ്രവാസഭൂമിയിലെ ആ ഉഷ്ണച്ചൂട് മുഴുവൻ ഉള്ളിൽ നിറച്ച് ബാക്കിയുള്ള രാത്രി മുഴുവൻ ഉറങ്ങാതെ ഒന്നും ചെയ്യാനാവാതെ ഒരു മകൻ. അവൻ പ്രവാസിയാണ്. നാളെ ഡ്യൂട്ടി ഉള്ളതാണ്, വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ട ഡ്യൂട്ടി. പക്ഷേ ഒരു മകനാണ്. അങ്ങ് ദൂരെ ഒരു മകൾ വളരുകയാണ്. ആദ്യത്തെ ചുവട് വെച്ചത്, ആദ്യത്തെ വാക്ക് പറഞ്ഞത്, ആദ്യമായി സ്കൂളിലേക്ക് പോയ ദിവസം, ഇതൊക്കെ നമ്മളിൽ പലരും കണ്ടത് ആ ചെറിയ വീഡിയോ കോൾ സ്ക്രീനിലൂടെയാണ്. ആ ചെറിയ സ്ക്രീനിന്റെ അപ്പുറത്ത് നിന്ന് ആ കൈ പിടിച്ചൊന്ന് നടത്താൻ, ഒരു കുഞ്ഞുമ്മ കൊടുക്കാൻ പറ്റാതെ വർഷങ്ങൾക്കിടയിൽ അതിഥിയായി അങ്ങനെ എത്ര പേർ. എത്ര പ്രിയപ്പെട്ടവരായിരുന്നു നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ബന്ധുക്കളുമൊക്കെ. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്നു, പിന്നെ അത് വല്ലപ്പോഴും ഒരിക്കലായി. പറയാനുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. ഓരോ കോളിന്റെ ഇടയിലെയും നിശബ്ദതയും ദൂരവുമൊക്കെ കൂടിക്കൂടി അപരിചിതത്വത്തിലേക്ക് എത്തിയ എത്ര അടുത്ത ബന്ധങ്ങളുണ്ട് നമുക്കൊക്കെ. ആരെയും അറിയിക്കാതെ ശമ്പളത്തിന്റെ ഭൂരിഭാഗവും മാറ്റിവെച്ചിട്ടും പിന്നെയും പിന്നെയും പെരുകുന്ന കടങ്ങൾ. എല്ലാം സന്തോഷമായി പോകുന്നു എന്ന് ചുറ്റിൽ എല്ലാവരോടും പറയുമ്പോഴും ബാക്കി വെക്കാനൊന്നുമില്ലാതെ സ്വന്തം മനസ്സിൽ ആ സാമ്പത്തിക ബാധ്യതയുടെ ഒരു വലിയ ഭാരം ചുമന്ന് നടക്കുന്നവർ. ഒരു ബന്ധുവിന്റെ വാക്ക് വിശ്വസിച്ചു കൊടുത്ത പണം തിരിച്ചു കിട്ടാതെ പോയത്,
നാട്ടിൽ ചെന്നാൽ ആ മുഖം നേരിട്ട് കാണേണ്ടി വരുന്നതിൽ പ്രയാസപ്പെടുന്നത്, മാന്യതയോർത്ത് ചോദിക്കാൻ മടിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് പ്രവാസി. ഒരു ഉപ്പയുടെ കൂടെ, ഒരു ഉമ്മയുടെ കൂടെ അവസാന നിമിഷത്തിലെങ്കിലും ഒന്ന് ചേർന്ന് നിൽക്കാൻ പറ്റാതെ പോയവർ എത്രയെങ്കിലും ഉണ്ട് നമുക്ക് ചുറ്റും. എമർജൻസി ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ശരിയാക്കി നെട്ടോട്ടം ഓടുന്നതിനിടയിൽ എല്ലാം കഴിഞ്ഞിരിക്കും. ബാക്കി വെച്ചു പോയ ഒരു നോട്ടം, ഒരു വാക്ക്. അതല്ല, ഇതൊന്നും വെറും കഥകളല്ല. ഇത് നമ്മുടെ ഓരോ പ്രവാസിയുടെയും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? ഇതെല്ലാം നമ്മൾ അനുഭവിച്ചു തീർക്കുന്നത് അങ്ങേയറ്റം ദൂരെ നിന്നാണ്, അടുത്തു നിന്നല്ല. ഒന്ന് കൈപിടിച്ച് ആശ്വസിപ്പിക്കാൻ, തോളിൽ ചാരി ഒന്ന് കരയാൻ, നേരിട്ട് ചെന്ന് ഒന്ന് തീരുമാനമെടുക്കാൻ ഒന്നിനും പറ്റാതെ ദൂരെ നിന്ന് ഈ ഭാരം അത്രയും ഒറ്റയ്ക്ക് ചുമക്കുകയാണ് ഓരോരുത്തരും. ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ആഴം അറിയൂ. തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് പോലും മറ്റൊരാളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ദൂരം എന്നത് വെറും കിലോമീറ്ററുകളല്ല, ഇത് നിസ്സഹായതയുടെ ഒരുതരം വല്ലാത്ത ഭാരമാണ്. എന്നിട്ടും ഈ ഭാരം മുഴുവൻ മനസ്സിൽ ചുമന്നുകൊണ്ട് തന്നെയാണ് അതേ ആൾ പിറ്റേന്ന് രാവിലെ തൻ്റെ ഡ്യൂട്ടിക്ക് പോകുന്നത്. യൂണിഫോം ഇടുന്നു, എല്ലാം ഓക്കെ ആണെന്നൊരു പുഞ്ചിരി മുഖത്ത് ഒട്ടിച്ചു വെക്കുന്നു. മുഴുവൻ ഉത്തരവാദിത്വവും ചുമലിലേക്ക് താങ്ങി കൃത്യതയോടെ ജോലി ചെയ്യുകയാണ് അയാൾ. കാരണം അയാൾ ഒരു പ്രവാസിയാണ്. ഇതിനേക്കാൾ വലിയൊരു റിസ്ക് മാനേജ്മെന്റ് വേറെ എവിടെയാണുള്ളത് സഹോദര? ഏത് ബിസിനസ്സിലാണുള്ളത്? നമ്മൾ പ്രവാസികൾ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ബിസിനസ്സൊക്കെ വലിയ റിസ്ക്കാണ് ഭായി, കാശ് കളഞ്ഞു കുളിക്കാൻ എന്നെ കൊണ്ടാവില്ല. കേട്ടിട്ടില്ലേ? നമ്മൾ പലരും ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ചിന്തയാണിത്. പക്ഷേ ഒന്ന് മനസ്സ് വെച്ച് ആലോചിച്ച് നോക്കൂ, ഈ റിസ്ക് വേണ്ടേ വേണ്ട എന്ന് പറയുന്ന അതേ നമ്മൾ തന്നെയാണ് ഈ നിമിഷത്തിലും വലിയ ചില റിസ്കുകൾ തോളിൽ ചുമന്നുകൊണ്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഒന്ന്, ശരീരത്തിന്റെ റിസ്ക്, ഫിസിക്കൽ റിസ്ക്. ജീവൻ തന്നെ അപകടത്തിലാകാൻ സാധ്യതയുള്ള എത്രയോ ജോലികളിലാണ് നമ്മുടെ സഹോദരങ്ങൾ ഓരോ ദിവസവും ഇറങ്ങി നിൽക്കുന്നത്. രണ്ട്, മനസ്സിന്റെ റിസ്ക്, ഇമോഷണൽ റിസ്ക്. നാട്ടിലെ സന്തോഷങ്ങളിലൊന്നും കൂടെ ഇരിക്കാൻ പറ്റാതെ, സ്വന്തം ഉമ്മയോ മക്കളെയോ ഒന്ന് തൊടാൻ പോലും പറ്റാതെ ദൂരെ നിന്ന് അനുഭവിക്കുന്ന ആ വലിയ സങ്കടം. മൂന്ന്, പണത്തിന്റെ റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ താങ്ങി നിർത്താൻ ഒരു സേഫ്റ്റി നെറ്റും ഇല്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതം സീറോ ആവാൻ സാധ്യതയുള്ള ആ നിൽപ്പ്. ഒന്ന് കണ്ണടച്ചെന്ന് ആലോചിച്ച് നോക്കൂ സാധന. നിങ്ങളൊരു ഇന്റർനാഷണൽ കമ്പനിയിലെ ക്യാബിനിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ബാലൻസ് ചെയ്യാൻ മെന്റൽ ഹെൽത്ത്, വെൽനസ് സപ്പോർട്ടും കൗൺസിലിങ്ങും ഒക്കെ കിട്ടുന്നുണ്ടാവും. കൃത്യമായ ട്രീറ്റ്മെന്റ് അസിസ്റ്റൻസും ഫാമിലി സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ നമ്മുടെ ആളുകൾക്കോ മാസാവസാനം കിട്ടുന്ന ശമ്പളം, താമസിക്കാൻ ഒരു റൂം, വർഷത്തിലോ 2 വർഷത്തിലോ ഒരിക്കൽ കിട്ടുന്ന ലീവ് സാലറി, വേറെന്താ ഉള്ളത്? നാളെ ആ ജോലി പോയാലോ അല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നാലോ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കാര്യങ്ങൾ സീറോയിലേക്ക് വന്നു വീഴുകയാണ്. ഇവിടെ താങ്ങി നിർത്താൻ ഒരു നെറ്റുമില്ല, ഒരു കുഷ്യനുമില്ല. ഒരു ഉദാഹരണം പറയാം. 20 വർഷം ഒരേ കമ്പനിയിൽ ഒരൊറ്റ തെറ്റും വരുത്താതെ അത്രയും സത്യസന്ധമായി പണിയെടുത്ത ഒരു പ്രവാസി ഒരു ദിവസം കമ്പനിയിൽ റീസ്ട്രക്ചറിങ് വരുന്നു, അല്ലെങ്കിൽ രാജ്യത്തെ പോളിസി മാറുന്നു, കമ്പനി പൂട്ടുന്നു. കയ്യിൽ ഒരൊറ്റ ടെർമിനേഷൻ ലെറ്ററിൽ കാര്യങ്ങളെല്ലാം മാറുകയാണ്. ഇവിടെ നിങ്ങളുടെ 20 വർഷത്തെ ആ ആത്മാർത്ഥതയ്ക്കോ സ്നേഹത്തിനോ ഒരു വിലയും ഉണ്ടാവില്ല സഹോദര. ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് ഒരു വാക്കോ ഒരു വോട്ടോ ഒരു കൺട്രോളോ ഇല്ല. അതുമല്ലെങ്കിൽ പ്രായം, ഏജ്. ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ വിസ റിന്യൂവൽ പോലും പ്രയാസമാണ്. നിങ്ങളുടെ കഴിവ് കുറഞ്ഞതുകൊണ്ടൊന്നുമല്ല, വെറുതെ അക്കം, നിങ്ങളുടെ വയസ്സ് അത് തീരുമാനിക്കുകയാണ് നിങ്ങൾക്കിനി ഇവിടെ സ്ഥാനമുണ്ടോ ഇല്ലയോ എന്ന്. ഇതിനാണ് സഹോദര നമ്മൾ കൺട്രോൾലെസ് റിസ്ക് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ മേൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ല. നിങ്ങളുടെ മുകളിൽ ഇടപെടാനോ തടയാനോ പറ്റാത്ത ഒരു കനത്ത പാറ തൂങ്ങുകയാണ്. ഇംഗ്ലീഷിലെ റിസ്ക് എന്ന വാക്കിന്റെ അർത്ഥം അപകട സാധ്യത, അപായം അല്ലെങ്കിൽ നഷ്ടസാധ്യത എന്നാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള മോശമായ ഫലത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തെ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി പറയൂ, ഒരു ബിസിനസ്സിൽ റിസ്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ വ്യത്യാസം? ഇതാണ് ചൂസൺ റിസ്ക്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന റിസ്ക് ഇതാണ്. നമുക്കിവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് വലിയൊരു ചാട്ടം ചാടാൻ ആരും നിങ്ങളോട് പറയുന്നൊന്നുമില്ല. ജോലിയുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ നിലവിലുള്ള ഒന്നിനെയും മാറ്റാതെ വളരെ സൈലന്റായി ചെറിയ ചെറിയ ചുവടുകൾ വെച്ച് തുടങ്ങിയാൽ മതി. കഴിഞ്ഞ 10, 15, 20, ചിലപ്പോൾ 25 വർഷങ്ങളിൽ പ്രവാസ ജീവിതത്തിന്റെ അതിജീവനത്തിൽ നമ്മൾ കടന്നുപോയ ഓരോ പ്രതിസന്ധിയിലും ഒരു സ്കിൽ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഒരു നെറ്റ്വർക്ക് ബൗണ്ട് സ്കിൽ, ഒരു ശക്തമായ അനുഭവ സമ്പത്ത്.
ഇതൊന്നും ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിലും ഒതുങ്ങുന്നതല്ല. അതിൽ ഏതെങ്കിലുമൊക്കെ ഗൾഫിന് ശേഷവും തരുന്ന ഒരു സ്വന്തം വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റുമോ എന്ന് ഒന്ന് സൈലന്റായി അന്വേഷിച്ച് നോക്കൂ. ധൃതി വേണ്ട, ഉറക്കെ പ്രഖ്യാപിക്കേണ്ട, ജോലിക്കൊരു തടസ്സവും ഉണ്ടാക്കണ്ട. സ്വന്തം സമയത്ത്, സ്വന്തം വേഗതയിൽ. ഉള്ളിൽ നിന്ന് നമുക്ക് സാധിക്കുമെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം അടുത്ത ചുവട് വെക്കാം. അതിന്റെ സ്പീഡും വളർച്ചയും എല്ലാം നിങ്ങളുടെ കൈകൾ തന്നെ ഭദ്രമാണ്. നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുന്ന, നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന, വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സുരക്ഷിതമായി ഇറങ്ങിപ്പോകാൻ ഒരു എക്സിറ്റ് പ്ലാൻ ഉള്ള ഒരു സാധ്യമായ റിസ്ക്. ഇവിടെ വരെ എത്തിയെങ്കിൽ ഒരു ചോദ്യം സ്വന്തം മനസ്സിനോടൊന്ന് ചോദിക്കാമോ? ആരാണ് ശരിക്കും വലിയ റിസ്ക് എടുക്കുന്നത്? തനിക്കൊരു കൺട്രോളും ഇല്ലാതെ നാളെ വരാൻ പോകുന്ന ഒരു ടെർമിനേഷൻ ലെറ്ററിനോ അല്ലെങ്കിൽ പ്രായപരിധിക്കോ മുന്നിൽ നിസ്സഹായനായി കാത്തു നിൽക്കുന്ന ആളോ? അതോ സ്വന്തം കയ്യിൽ പൂർണ്ണ നിയന്ത്രണമുള്ള ചെറിയൊരു പ്ലാൻ റിസ്ക് എടുത്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളോ? ഇത്രയും വലിയ റിസ്കുകൾ തോളിൽ ചുമന്നുകൊണ്ട് വർഷങ്ങളോളം ഓരോ ദിവസവും കൃത്യതയോടെ ജീവിച്ച നിങ്ങൾക്ക് ഇനി ഒരു ബിസിനസ് റിസ്കിനെ ഇത്ര പേടിയോ? ബിസിനസ്സിലെ റിസ്ക് നിങ്ങൾ ഇതിനകം തിരഞ്ഞെടുത്ത റിസ്കുകളേക്കാൾ എത്രയോ ചെറുതാണ്. ഇത് നിങ്ങൾ പുതിയതായി പഠിക്കേണ്ട ഒന്നുമല്ലല്ലോ. ഈ അതിജീവനത്തിന്റെ കരുത്ത് നിങ്ങളുടെ ഗൾഫ് അനുഭവത്തിൽ ഇതിനകം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇനിയും പോളിഷ് ചെയ്തിട്ടില്ലാത്ത ഒരു ഡയമണ്ട് പോലെ പുറത്തെടുക്കാതെ കിടക്കുന്നു എന്ന് മാത്രം. ആ സ്കിൽ സെറ്റുകളെ ഇനി ശരിയായ ദിശയിലേക്ക് ഒന്ന് തിരിച്ചുവിടാൻ മാത്രം നമ്മൾ ശ്രമിച്ചാൽ മതി. ഇത്രയും വലിയ ഭാരങ്ങൾ തോളിൽ ചുമന്നുകൊണ്ട് വർഷങ്ങളോളം ഒരു പരാതിയും പറയാതെ ജീവിച്ച നിങ്ങൾ പക്ഷേ ഒറ്റ കാര്യത്തിൽ പെട്ടെന്ന് ബേജാറായി പോകുന്നത് എന്തേ? ബിസിനസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു പേടിയാണ്, വലിയൊരു കൺഫ്യൂഷൻ. വലിയ ഭാരിച്ച മൂലധനം വേണ്ടി വരുമോ? വലിയ ഓഫീസ് ഇടേണ്ടി വരുമോ? സാധനങ്ങൾ എങ്ങനെ വിൽക്കും? ഇതൊക്കെ ആലോചിച്ച് തുടങ്ങുമ്പോൾ തന്നെ പേടിച്ചിട്ട് നമ്മൾ ആ ചിന്ത അവിടെ ഉപേക്ഷിച്ച് കളയും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ശരിക്കും എന്താണ് ഈ ബിസിനസ് എന്ന് ഏറ്റവും ലളിതമായി നമ്മൾക്ക് പറഞ്ഞു തരാൻ ഇതുവരെ ആരും ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് മാത്രം. അടുത്ത വീഡിയോയിൽ ഞാനിത് കാണിച്ചു തരാം. അതൊരു ലളിതമായ ഒരൊറ്റ ചിത്രത്തിലൂടെ. അതിലൊരു ഉയർന്ന ലക്ഷ്യമുണ്ട്, കൃത്യമായ ഒരു തയ്യാറെടുപ്പുണ്ട്, മനസ്സുറപ്പിച്ചെടുക്കുന്ന ഒരൊറ്റ തീരുമാനമുണ്ട്. ബാക്കി അടുത്ത വീഡിയോയിൽ നമ്മൾ ഒന്നിച്ചു കാണും. പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ തൊട്ട ഒരു വാചകം അതേതെന്ന് താഴത്തെ കമന്റിലൊന്ന് കുറിക്കാമോ? നിങ്ങളുടെ ആ ഒരൊറ്റ വരി അത് വായിക്കുന്ന ഏതൊരു പ്രവാസി സഹോദരനും ചിലപ്പോൾ വലിയ താങ്ങും ധൈര്യവുമായി മാറിയേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.